എടാ സിറ്റിയിലൊരു കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടം കേട്ടാ. ഞാൻ ഇല്ലാതെ ജീവിക്കൂല, അളിയാ ചത്ത് കളാന്ന്. അതാ ഞാൻ നേരത്തെ പൊക്കി അളിയാ. പോടാ. ആ. നിനക്ക് വളഞ്ഞെന്നാണോ നീ ഉദ്ദേശിച്ചേ? ഉം. നിനക്ക്? ഞാൻ ഓൾറെഡി പൊക്കി. എടാ അങ്ങനെ. അണ്ടിയില്ല ബുദ്ധിയില്ലാതെ സ്വന്തമായിട്ട് സംസാരിക്കാൻ മലയാളം പോലും അറിയാത്ത നിനക്കൊക്കെ വളഞ്ഞൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതകാലം മൊത്തം പെണ്ണില്ലാതെ സിറ്റി ജീവിച്ചോളാം. അതിലും വലിയ ഇതൊന്നും എനിക്ക് ഗതികേടൊന്നും അത്രയും ഗതികേടൊന്നും എനിക്ക് എന്തായാലും ഇല്ല, മനസ്സിലായ? നിന്നെ എന്ത് പറഞ്ഞ രഘുലേട്ടാ, എന്നെയല്ല കൃഷ്ണ റൊണാൾഡേട്ടാ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ആ, എന്ന് പറഞ്ഞോ? അളിയാ. ഉം, ആ ഞാൻ പൊക്കി. ആ അളിയന്റെ ആ പെണ്ണാരെന്നറിയാവോ? ഇല്ല അതന്നെ. പറയരുത്, എനിക്ക് കണ്ടുപിടിക്കണം. ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റൂല. ഞാൻ രഘുല് സൗണ്ട് ലോ പൊക്കിയല്ലോ. ആക്കുക. ഇവന്റെ സൗണ്ട് കേൾക്കുന്നത് എനിക്ക് അരോചക. ലോ ആക്കട്ടെ. അളിയാ. ഓ. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഡിസ്കോ ട്രോൾസ് നോക്കാം ഗൈസ്. ഡിസ്കോ ട്രോൾസ് നോക്കിയിട്ട് കേറാം. അപ്പം എല്ലാവർക്കും ഈ ഗ്രൂപ്പ് കോളിലിരുന്ന് വീഡിയോ കോൾ മുമ്പേ കൊണ്ട ഞാൻ നമ്പർ എടുത്തിനകത്ത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. ലൈവ് വരുന്നോണ്ടിരിക്കുമ്പോഴാണോ കുണ്ണത്തരം കാണിക്കുന്നത്? ഒരു മിനിറ്റ് കോൾ. അവന് സമാധാനമായി. എന്തോ പറഞ്ഞല്ലോ അവന്റെ അടുത്ത്. ഇല്ല ഞാൻ ഒന്നും പറഞ്ഞടാ. ഞാൻ പയ്യനെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെയുണ്ടാ, സുഖമാണോ? ചില അമ്മമാർക്ക് രാത്രി ആവുമ്പോ ഒരു സൂക്കേടുണ്ട്. എന്താ വീഡിയോ കോൾ ഇങ്ങനെ സ്പാം ചെയ്ത് വിളിച്ചോണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ വിളിച്ചിട്ട് കാര്യം എന്തോന്ന് ചോദിക്കുമ്പോ പൊട്ടിച്ചിരിക്കും. ഇങ്ങനെ അടിച്ചങ്ങ് കൊടുക്കാൻ നമ്മൾ ഉറക്കത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അടിച്ചങ്ങ് തിരിക്കാൻ തോന്നും നമുക്ക്. എടാ എന്തെങ്കിലും കാര്യം പറയാനോ നമ്മളോട് സംസാരിക്കാനോ ആണെങ്കിൽ ഓക്കെയാണ്. ഇത് അങ്ങനല്ല. ഇത് പറഞ്ഞിട്ട് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുക. അറിയാൻ തോന്നും പിടിച്ചങ്ങ്. വെൽക്കം ലൈക്ക് മുകേഷ്. പിന്നെ അല്ലാതെ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. ഡിസ്കോ ട്രോൾസ് കാണട്ടെ ഗൈസ്, എന്നിട്ടല്ലേ ഞാൻ ബാക്കി മുച്ചിയുടെ RP ഒക്കെ നിങ്ങള് ഞാൻ ഇരുന്ന RP ലൈവ് ഫുൾ എങ്ങനെ കാണാൻ പറ്റും? ചില്ല ഞാൻ കാണട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. പറയുന്നത് എന്താന്ന് വെച്ചാ, സൂസന് വാസന ഇഷ്ടമാണോ? സത്യം മാത്രം ഇഷ്ടമാണോ? ജോക്കിയുടെ എന്റെ സൗണ്ട് കേട്ട അന്നത്തെ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അല്ലല്ല, ഇഷ്ടമല്ലല്ലോ, ഉറപ്പാണ്. 5 വർഷം മുമ്പ് ഞാൻ ഇത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നത്. ആലോചിക്കുമ്പോ എനിക്ക് അതെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പെണ്ണില്ല ജോക്കി. സൂസന് കേൾക്കുന്നുണ്ടോ? സൂസൻ പണ്ടേ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലേ? ചെറിയ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ ഞാൻ. ഒരു തൂവൽ ചില്ലു കൊണ്ടു ഞാൻ എഴുതി നിൻഭാഗ്യ ജാതകം. പണ്ട് കണ്ടാ ഞാൻ പെണ്ണുങ്ങളൊക്കെ കൂടെ പോയിരുന്നു ഇങ്ങനെ പാട്ടൊക്കെ പാടി കൊടുക്കുവായിരുന്നു കാറിലൊക്കെ. അപ്പൊ ഇപ്പഴാ ഏത് പെണ്ണിന്റെ അടുത്ത് പോവാൻ രാത്രി? ഒരു ചന്ദ്രനെ കാണാൻ ഇതുണ്ട്, കാര്യം അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുന്നു. ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയട്ടെ സൂസൻ. TV എന്നൊരു ഗ്യാങ് നിലനിൽക്കുന്നതും ഇന്ന് അവര് തമ്മിലടിച്ചാലും എല്ലാരും ഇവിടുന്ന് പോവാത്തതും ഞാനിവിടെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെയൊക്കെ വലിയ വാല്യൂ എനിക്ക് വേറെ ഒന്നും ഇല്ല. ശരിക്കും ഞാൻ ഭയങ്കര ഹേർട്ടായി. നീ വിളിക്കണ്ട. ഈ പാട്ടാണല്ലോ, ഈ പാട്ട് എവിടെ നിന്ന്? അത് നീ എന്തോ ഇവിടെ കേറിയിരിക്കുന്നേ? ബാണം നീ എന്ത് ഇവിടെ കേറിയിരിക്കുന്നേ?
വാസണ്ണ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ പെണ്ണ് കിട്ടിക്ക് വാസണ്ണ എനിക്ക് എന്ത് പറയാനാ ജോക്കി, എനിക്ക് വാസണ്ണ വളരെ ഇഷ്ടപ്പെട്ടു പോയി ഇപ്പൊ. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ചാ സൂസന് വാസണ്ണ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. സൂസൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കേസ് ഈ ക്യാരക്ടർ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 10ലെന്തോ പഠിക്കുന്ന സമയത്ത്. എന്റെ അമ്മോ, ഇതുപോലൊരു കപ്പിൾ ആർപി ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇതുപോലെ എത്രയിലായിരുന്നു? നിന്റെ അച്ഛന്റെ കോണാത്തിന്റെ കൂടെ പഠിച്ചെടുക്കും. ബാണം. ഈ ഇത്രയും കിടിലുമായിട്ട് ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞ ആ ഏജിൽ കൊണ്ട് ഇത്രയും കിടിലൊരു കപ്പിൾ ആർപി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. സീരിയസ് ആയിട്ട് ഇതിനു മുമ്പ് നല്ല ഇപ്പോഴും ഇനി അങ്ങോട്ടും എനിക്ക് പോകണില്ല. ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ആർപി ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടേ ഇല്ല. ഭയങ്കര ഇഷ്ടമാണോ? മറക്കാൻ പറ്റത്തില്ലേ ഇല്ല. വാസണ്ണ ജോക്കി അങ്ങനെയൊക്കെ ചോദിച്ചാ നിങ്ങള് ഡയലോഗ് അടിക്കാതെ നിങ്ങൾ പറ വാസണ്ണ ഇഷ്ടം. അപ്പൊ സൂസന് വാസണ്ണ ഇഷ്ടമാണ്. വാസണ്ണ സൂസനെ ഇഷ്ടമാണ്. സൂസൻ ഐ ലവ് യു. ഐ ലവ് യു ടു. അപ്പൊ ജോക്കി എന്തിനാ അനുഗ്രഹിക്കും. ജോക്കി തോന്നേണ്ട. അതൊരു നമ്മുടെ ഒരു പഴയ ഒരു ഫ്രണ്ടാ, സുഹൃത്താ. ഓ അത് ഡൗട്ടർ ആയിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഇത് നിക്കോൺ ചെയ്ത വീഡിയോ ആണോ? അതെ, ഒരു 4 വർഷം മുമ്പ്. അത് കറക്റ്റ് ആയിട്ട് ലാസ്റ്റ് കൊണ്ടിട്ടിരുന്നല്ലേ സെൽഫ് പ്രൊമോഷൻ ആയിട്ട്? അല്ലല്ല, ആ ചാനലൊക്കെ പൂട്ടിപ്പോയി. കൊള്ളാലോടാ. ചെവി അടിച്ചു പോയി എന്റെ മയില്. എന്തൊക്കെയാണ്. അയ്യോ, ഈ ആർമി ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ. അണ്ണാ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ആക്കണേ. ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചത് പെട്ടെന്ന് വന്നപ്പോ ഞാൻ ഇഫ്സർ ആണെന്ന് വിചാരിച്ചത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ വില്ലോ വിചാരിച്ചു. നിന്റെ അച്ഛനാന്ന് വിചാരിച്ചു. അച്ഛാന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കാൻ ഞാൻ പെട്ടെന്ന്. നൈസായിട്ട് പാടുന്നെന്ന് പറഞ്ഞേ. ഈ ഇത് ഈഗിളേട്ട ഒറ്റ തവണ കളിച്ചു നോക്ക്. അസെ ട്രൈ എങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എന്റെ സാമാനം വെട്ടി കടലിലെറിയും. എന്റെ പേരില്ല. അത് റീലോഡ് ഇല്ല ആ കണ്ടന്റ്. എടാ ഇതിനകത്ത് ഒന്നും ഇട്ടേക്കാനൊന്നും പറ്റത്തില്ല. സെൽഫായിട്ട് ഡ്രസ്സൊക്കെ അടിച്ച് തിരിച്ചു വന്ന് അടിച്ചു കളയാം. സെൽഫ് ഡ്രസ് ഒക്കെ ഉണ്ടോ? ഈസി അല്ലേ ഗെയിം? സ്ലൈഡ് ചെയ്തൊന്നും അടിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കോച്ചിന് അല്ലെങ്കിൽ റെഗുലർ സ്ട്രീമില് പബ്ജി ഫൈനൽസും ഗ്രൈൻഡ് ഉണ്ട്. ഞങ്ങള് ഇന്ന് വൈകിട്ട് ഡിസൈഡ് ചെയ്തതായിരുന്നു.
കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാന്ന്. Call of നമ്മള് നാളെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നതായിരിക്കും. കോൾ ഓഫ് ഡ്യൂട്ടി ഏതിലുണ്ട്? സ്റ്റീമില് സ്റ്റീമില് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഇപ്പോഴുള്ള മണ്ണാടിയാറുടെ മുത്തച്ഛന്റെ കാലത്ത് കാമാക്ഷിപുരം നാട്ടുരാജ്യമായിരുന്നു. 10-70 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോലും കിരീടവും വെച്ച് ഈ കാമാക്ഷിപുരം ഭരിച്ചിരുന്ന നാടുവായി. മുത്തച്ഛന്റെ പുനർജന്മമാണ് ഇപ്പോഴത്തെ നിറസ്മൃത മണ്ണാടിയാറെന്ന് ഈ കാമാക്ഷിപുരത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. പ്രൊഫസറിന് ഗെയിം കളിക്കാൻ ഒരു അവസരം എപ്പോഴെങ്കിലും നമ്മുടെ TV ഇലവായിട്ടിരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവനെ ഞാൻ എന്തായാലും തിരിച്ചു കൊണ്ടുവന്നിരിക്കും. ഒരു സംശയമില്ല. അവന് ഗെയിം കളിക്കാനുള്ള സാഹചര്യത്തിലല്ല അവൻ. അങ്ങനെ ഒരു മൊമെന്റ് എന്തെങ്കിലും അവൻ വരുവാണെന്നുണ്ടെങ്കിൽ അവൻ എന്നോട് പറഞ്ഞതിന്റെ അന്ന് ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും. ഗഡി വേടെന്ന് അത് അവന്റെ മറ്റേ വീഡിയോ ആണ് guys. അത് പഴയ വീഡിയോ ആണ്, മനസ്സിലായ? ഡ്രോയിങ് എ മാസ്റ്റർ പീസ് സീൻ വരച്ചത് എങ്ങനെയുണ്ട്? റിപ്ലൈ അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ? പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ ആഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. ഉള്ളിലൊരായിരം മുള്ള കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കാണ്. എന്നേക്കുമായി ആ സീൻ ഭയങ്കര കിടലാണ്. അണ്ണ ഓണം കഴിഞ്ഞെന്നറിയാം. ഒരു പ്രൊമോ വീഡിയോ ആണ് നോക്കണേ. ഫ്രം ടെയിൽസ് ഓഫ് സേലം. എന്താ കൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടോ? SMYS കുണ്ട്ര പറഞ്ഞില്ലേ? എടാ, ഇത് മറ്റേ ഓണം പരിപാടിയുടെ റിവീൽ ആയിരുന്നു കേട്ടാ. നല്ലതാണ്, കൊള്ളാം. ഞാൻ ഈ ഡ്രോയിങ് വീഡിയോസ് സ്കിപ്പ് ചെയ്യണം കേട്ടോ. ഒരുപാട് അത് മാത്രമായിട്ട് വരണം നമുക്ക്. പ്രൊഫസറിനെ റീകൺസിഡർ ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം ബ്രോ. അവനെ ബാക്കിയുള്ളവരെ പോലെ അല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവനൊരു തെറ്റ് ചെയ്ത കാര്യം അവൻ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായ? അതിനുശേഷം നമ്മൾ അവനെ ഇരുന്ന് അവരാധിച്ച് അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവന് തെറ്റ് മനസ്സിലാക്കി ഇരുന്നിട്ടുമുണ്ട്. അതിനുശേഷം അവൻ വെളിയിൽ പോയി എൻ്റെ അറിവിൽ ഒരാളുടെ ലൈവ് POVയിലും ഒരാളുടെ ഇതിലും പോയിരുന്നു അവൻ നമ്മളെ പറ്റി അപരാധം പറഞ്ഞിട്ടില്ല. അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി അവൻ്റെ അവിടെ കാര്യങ്ങൾ നോക്കി അവൻ പോയിട്ടേ ഉള്ളൂ, മനസ്സിലായ? അല്ലാതെ വേറൊരു അപരാധം അവൻ പറഞ്ഞിട്ടില്ല. അവൻ ഈ ഇടയ്ക്ക് ഇങ്ങനത്തെ TV-യിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. അത് ഹലോ ഈകളെ, പറടാ. സിറ്റി കയറുന്നുണ്ടാ? കേറ് ഞാൻ കുറച്ച് മിനിറ്റ് വരാം. എപ്പോഴാ കയറുന്നേ? കുറച്ചു നേരം ഡിസ്കൗണ്ട് റൂൾസ് നോക്കിട്ട് വരാം. ഞാനൊന്ന് ഇറങ്ങിയായിരുന്നു. ഞാൻ വിചാരിച്ച് DC ഇതായിരിക്കും. ആരും സിറ്റിയില് കുറവായിരുന്നു, ആൾക്കാർ കുറവായിരുന്നു. കുഴപ്പമില്ല. നീ പോയിട്ട് വാ, സീനില്ല. ഓക്കെ, ഞാൻ കയറുന്ന സമയത്ത് ഞാൻ കിട്ടാറ്. ശരിടാ, ശരി. അപ്പൊ ഞാൻ മെസ്സേജ് അപ്പൊ ഞാൻ ഇങ്ങനെ റീബിൽഡ് ചെയ്യണ സമയത്ത് ഞാൻ അവനോട് ചോദിച്ചായിരുന്നു നീ വരുന്നുണ്ടോ എന്ന്. അന്നേരം അവൻ പറഞ്ഞു അവനിപ്പോ കളിക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ല, അവൻ PC ഇതൊക്കെ കൊടുത്ത്. അപ്പം അനിയൻ പുറത്തു പോവാന്ന് പറഞ്ഞ്. അനിയൻ പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോവാ. അപ്പൊ അവൻ കഴിഞ്ഞ ദിവസമാണ് പോയപ്പോഴും എന്നെ വിളിച്ചായിരുന്നു പോവാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ്. അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ പോയത്. അപ്പം അവൻ എന്തെങ്കിലും കളിക്കാൻ അങ്ങനെ ഒരു സാഹചര്യം, ടിവിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അല്ലെങ്കിൽ പറയണത് നമുക്ക് വേണ്ടി കളിക്കാൻ ഒരു സാഹചര്യമൊക്കെ പ്രൊഫസറിന് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി
ഞാൻ അവനെ തിരിച്ച് ടി വിയിൽ കൊണ്ടുവരും. ഒരു ടൈം ആകുമ്പോൾ അവൻ ഇനി വന്നിട്ട് ഇനാക്റ്റീവ് ആവാൻ പാടില്ല. മനസ്സിലായോ? വന്നിട്ട് ഇനാക്റ്റീവ് ആവാൻ പാടില്ല. അതുകൊണ്ട് അവന് കളിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ള സമയത്ത് വന്നാൽ മതി എന്ന് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ അണ്ണാ ഞാൻ പറ്റുമ്പോൾ പറയാം എന്ന് പറഞ്ഞിട്ട് പോയി. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ഇതാകുമ്പോൾ അവൻ വരട്ടെ, അല്ലാതെ അതിൽ കൂടുതൽ എന്താ പറയാനാ. What is the tallest building in the world? Mia Khalifa. ഇവ ആരാടെ? മിയ ഖലീഫയാ. അവൻ ബിൽഡിംഗ് തന്നെയല്ലേ കേട്ടത്. What is the tallest building in the world? Mia Khalifa. അലേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓറ ഉണ്ടാകും എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തു. അപ്പോ ആ ഒരു ഓറയെ കുറിച്ച് ഞാൻ ആദ്യം വിചാരിച്ചെന്ന് പറയില്ല, ലാലേട്ടന്റെ കയ്യിൽ ടാറ്റു വന്നു. ഇത് നോക്കി, അത് ടാറ്റു പോലെ ഉണ്ട്. അത് ടാറ്റു ഒന്നുമല്ല, അടുത്ത ഫ്രെയിം നോക്ക്. അത് ഇതാ കോപ്പിറൈറ്റ്. അണ്ണാ ഹെയർ ഫേവറേറ്റ് സോങ്സ് മൈ കട്ട്. ഇഷ്ടപ്പെട്ടാൽ അടിപൊളി. സിനോക്സ് എന്നാണ് പേര്. ടൂർണമെന്റ് അപ്ഡേറ്റ്. ടി വി ഒരു PvP ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ വിൽ ബി 2 ടീം ഫ്രം TV. ഒരെണ്ണം ചന്ദ്രബോസ് നയിക്കുന്ന ടീമും ഒരെണ്ണം ഞാൻ നയിക്കുന്ന ടീമും ഉണ്ടാവും. 2 ടീംസും ഉണ്ടാവും PvP-ൽ. കേരളത്തിലെ എല്ലാ RP ഗാങ്സും ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ ഇപ്പോൾ ടൂർണമെന്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശനിയാഴ്ച ആണെന്ന് ടൂർണമെന്റ് തുടങ്ങണം. ശനിയാഴ്ച തന്നെയാണ് ടർഫും. പക്ഷെ നമുക്ക് ടർഫ് ഉള്ളതുകൊണ്ട് നമ്മുടെ ടൂർണമെന്റ് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ഏതെങ്കിലും ദിവസത്തിൽ മാറ്റി വെക്കുമായിരിക്കും. ശനിയാഴ്ചയാണ് ടർഫ് ലാസ്റ്റ്. ഇനി ഇതാക്കത്തില്ല, അതായത് ഇനി അവർ മാറ്റി വെക്കത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ശനിയാഴ്ചത്തേക്കാണ് ലാസ്റ്റ് ഇതാക്കിയേക്കുന്നത്. അണ്ണാ 1.5 വർഷത്തെ ഹാർഡ് വർക്കാണ് എൻ്റെ AI ഗേൾഫ്രണ്ട് വിത്ത് ചാറ്റ്, പിന്നെ കോളിംഗ് ഫീച്ചർ കമ്മിങ് സൂൺ. ഇത് നമ്മൾ കണ്ടായിരുന്നടാ. ഇത് കഴിഞ്ഞ നമ്മൾ കണ്ടായിരുന്നു. ഇവരുണ്ടാക്കിയ കോംബോ ഫിലിം നൗ മിസ്സിംഗ് ദം. എല്ലാവരും കൂടി ഉള്ള ഒരു സിനിമ നമ്മളെല്ലാവരും വീണ്ടും കാണാൻ ആഗ്രഹിക്കും. എന്നെ അഭിനയിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ കോമ്പിനേഷനിൽ ഒരു പടം എന്നറിയാം, അതൊരു കൊതിയാണ്. അപ്പൊ ഞാനൊക്കെ ഇന്നലെ പറഞ്ഞായിരുന്നു ഒരുമിച്ച് അവരെ 3 പേരെ കൂടി ഒന്ന് വീണ്ടും സ്ക്രീനില് അവരുടെ ആ കെമിസ്ട്രി കാണാനായിട്ടല്ലേ. അശോകനോട് പറഞ്ഞു, എടാ അവനുമായിട്ടൊരു പടം ചെയ്യണം എനിക്ക്. അപ്പൊ ഞാൻ അശോക ഇപ്പോഴത്തെ രീതിയിലുള്ള പടമല്ല, നിങ്ങൾ പണ്ട് പച്ചലേം കത്രയും പോലെ അടിച്ചു നിന്ന് അതുപോലത്തെ പടം ചെയ്യണം. സൂപ്പർ ഹിറ്റാ. എന്റെ പൊന്നോ, എല്ലാം സത്യം ഹിറ്റ്. ഏതാടാ ഹിറ്റ് അല്ലാത്ത? എന്റെ അമ്മോ. അണ്ണാ ഞാൻ കൈ കൊണ്ട് പ്രിന്റ് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ അവൻ എന്ത് ചെയ്തോണ്ടിരിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നത്? ഇത് ഞാനിപ്പോ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോ അവൻ ഇപ്പൊ എന്തോ ചെയ്യുന്നേ? അവൻ പായത്തോട്ട് വെച്ചിട്ട് വല്ല സർക്കസ് കാണിക്കണ? അവൻ കൈ കൊണ്ട് വരയ്ക്കുമല്ലേ അത്?
പൈസ കിടിലം. എടാ യുവർ നെയിം കണ്ടോ? ഇല്ലടാ കാണാൻ പറ്റിയില്ല. അഖിൽ മാരാ സ്റ്റേറ്റ്മെന്റ്. എന്റെ ഫാമിലിയിലെ എൽഡർ ഡോട്ടർ ആണ് ആൻഡ് ഐ ആം ഓൾസോ ദ ഫാദർ ഓഫ് മൈ ഫാമിലി. ഐ ആം ദ ഫാദർ ഓഫ് മൈ ഫാമിലി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഐ ആം ദ ഗാർഡിയൻ എന്ന് പറയണം. അതെന്താ അതിനകത്തുള്ള ഒരു ഊത്ത് വന്നത് പെട്ടെന്ന്? അത് ആരാന്നറിയാ? ചിരിക്കുവാണോ? അടിയാ മറ്റടാ ഗ്രീന്. അത് ശരിക്കും ചിരിയുടെ സൗണ്ട് ആയിരുന്നല്ലേ? അപ്പൊ ചിരിയുടെ സൗണ്ടാണ് ഞാൻ കളിയാക്കൂലേ, കാരണം ഇത് റിയൽ ആയിട്ട് വരും ഓബ്വിയസ്ലി. അന്നേരം താറാവിനെ പോലെ മൂഞ്ചുന്ന നീയാണോ ഈ വർത്താനം പറയുന്നതെന്നായിരിക്കും അതിനകത്ത് ആദ്യത്തെ കമന്റ്. മനസ്സിലായ? അതില് ഞാൻ അഭിപ്രായം ഒന്നും പറയൂല. മനസ്സിലായ? ഒരുപാട് അമ്മമാര് വീട് നോക്കുന്നുണ്ട് കേട്ടോ. ഐ ആം ദ ഫാദർ എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ അച്ഛന്മാരെ സംരക്ഷിക്കുന്നുള്ളൂ. അമ്മമാരുണ്ട്, അങ്ങനെ പറയണം. ഗാർഡിയൻ എന്ന് പറയണം. ആരും ചർച്ചയാക്കിയില്ല. ഞാനിത് കേട്ടപ്പോ എനിക്ക് തോന്നിയതാ. ഞാൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചോദിച്ചായിരുന്നു. ഇങ്ങനെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, പുള്ളിക്ക് ഇപ്പം നിങ്ങളൊക്കെ ഫാനാണോ ഹേറ്റർ ആണോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ ഫാൻ അങ്ങനത്തെ രീതിയിലല്ല പറയണേ. പുള്ളി ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, പുള്ളിയോടൊന്നും സംസാരിച്ച് പിടിച്ചിരിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇങ്ങനത്തെ ഒരാൾ ഇല്ല ഇപ്പം ഈ ബിഗ് ബോസിലൊന്നും. ഇങ്ങനത്തെ ഒരാൾ മിസ്സിങ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിലൊന്നും ഈ പറയണത് പോലെ നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഇതില്ലാത്ത. പുള്ളിയൊക്കെ പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു. എന്റെ പൊന്നോ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ ഗൈസ്, ഒരു പുള്ളി ഒരു കണക്ക് കൂട്ടുന്ന ഒരു സാധനമുണ്ട്. എന്റെ അമ്മോ, അത് ഫാനാക്കി കളഞ്ഞു കേട്ടാ. അത് ആ സാധനം ഒരു ഇതിന്റെ എന്തോ ഒരു ടാസ്ക് കൊടുത്തത് ഇരുന്നേന്ന്. സാബു അവരെല്ലാം എല്ലാവരും സാബു ചേട്ടനൊക്കെ കിടിലോ, അവരെല്ലാം കിടിലുമായിരുന്നു. ഗോട്ട് കണ്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും പ്ലീസ് കണ്ടു നോക്കണ. സെക്കൻഡ് പോലും വേസ്റ്റ് ആവില്ല. House Targaryen is gone. The Starks are gone as well. That leaves the Tyrells. Not impossible. ഗൈസ് ഇത് എത്ര എപ്പിസോഡ് ഉണ്ട് ഗൈസ്? ഇത് എത്ര എപ്പിസോഡ് ഉണ്ട്? Not enough. Lannister, Targaryen, Baratheon, Stark, Tyrell. They're all just spokes on a wheel. This one's on top, then that one's on top, and on it spins, crushing those on the ground. It's a beautiful dream. Stopping the wheel. I'm not going to stop the wheel. I'm going to break the wheel. I'm going to break the wheel. എട്ട് സീസൺ 70 എപ്പിസോഡ് എന്നുവെച്ചാ ഒരു ഇത് എപ്പിസോഡൊക്കെ എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും? 40 മിനിറ്റ്. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാണണം. ബ്രേക്കിംഗ് ബാഡ് ഞാൻ കണ്ടാ ബ്രോ. ബ്രേക്കിംഗ് ബാഡ് ഉണ്ടാ ഇതിലുണ്ടോ 250 ഫ്രെയിം വർക്ക്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഈ ഫ്രെയിംസിന്റെ കോമ്പിനേഷൻ ആണ് ശരിക്കും പറഞ്ഞ വീഡിയോ. അതറിയത്തില്ല നിങ്ങൾക്ക്. ഈ FPS നമ്മളൊക്കെ പറയത്തില്ല ഈ ഇതിനകത്ത് ഫ്രെയിം പെർ സെക്കൻഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഒരുപാട് ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ മൂവ് ആകുമ്പോഴാണ് നമുക്കൊരു വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യണേ. പണ്ടത്തെ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത്, മനസ്സിലായോ? ഫ്രെയിം ബൈ ഫ്രെയിം, ഓരോരോ ഫ്രെയിം ബൈ ഫ്രെയിം. അല്ല, അറിയാത്തവരുണ്ടാവൂടാ, ഞാൻ അവർക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പണ്ടത്തെ ആനിമേറ്റഡ് വീഡിയോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കൈ ഇങ്ങനെ അനക്കുന്ന ഒരു ഇത് ക്ലിപ്പ് വരുമ്പോൾ കൈ നേരെ ഇരിക്കുന്ന വരയ്ക്കണം, മുന്നോട്ട് പോകുന്ന വരയ്ക്കണം, അതിന് മുകളിലോട്ട് പോകുന്ന വരയ്ക്കണം. അങ്ങനെയായിരുന്നു പണ്ടത്തെ ആനിമേഷൻസ് ഒക്കെ, മനസ്സിലായ? എവിടെ എത്തിയല്ലേ നമ്മള്? ഇതെന്റെ ശബ്ദമല്ലേ കേക്കണേ? ഈ കൃഷ്ണ ഭഗവാനെ വിളിക്കുന്ന ഞാനല്ലേ? ഇത് ശരിക്കുള്ള ബസ്സിൽ വെച്ചേക്കുവാണോ? എഡിറ്റഡ് ആണോ? ശരിക്കുള്ള ബസ്സാണോ? ശരിക്കും സീരിയസ്
ആണാണ് കേറി വാടാ കുട്ട. ഒരാൾക്കും വരുത്തല്ലേ ദൈവമേ, എപ്പോഴും ബ്ലെസ്സിങ്സ് ഉണ്ടാവണേ. എല്ലാരും പ്രാർത്ഥിച്ചു കേട്ടാ. എന്തൊക്കെ സാധനങ്ങളല്ലേ. കൂടുതൽ ബാറ്റ്മാൻ ഇതുപോലെ 3D പ്രിന്റ് ചെയ്ത് എനിക്ക് എന്റെ വേരുമോൻ ഇട്ട് കൊടുക്കണം. അത് കണ്ടിട്ടെങ്കിലും ആൾക്കാർ പേടിക്കട്ടെ. എനിക്ക് ഇങ്ങനെ പറഞ്ഞ എന്റെ വേരുമോൻ ഇട്ട് കൊടുക്കണോടാ. ഇത് എവിടെ എത്ര രൂപയ്ക്ക് ഇത് മേടിക്കാൻ കിട്ടുന്നത്? ഇത് എവിടെ കിട്ടുന്നത്? ആരെങ്കിലും നോക്കിട്ട് പറയോ പ്ലീസ്. എന്ത് സാധനം നോക്കണം. ഓൺലൈനിലുണ്ടെന്ന്. പക്ഷെ എന്റെ അവന്റെ തലയുടെ സൈസും ഇതും എങ്ങനെ അറിയാൻ പറ്റും ഓൺലൈനില്? We achieved what world can't achieve with limit budget and resources. More to go. Incredible India. New York Times after successful Mars mission by IHR. Tumba Kerala. Oh no. Oh no. അയ്യോ, എനിക്ക് രോമൊക്കെ വന്നു കേട്ടോ കേട്ടത്. എന്ത് സാധനം. എന്താടാ പറഞ്ഞ കേട്ടില്ല. റോക്കറ്റിനല്ലേ പറഞ്ഞത് നീ ഇപ്പം? ഉണ്ടാവും, ഞാൻ ബാക്കി പറഞ്ഞ ഇതായിപ്പോ. ഇത് നമ്മൾ കണ്ട വീഡിയോ ഇപ്പൊ ഒരു സാധനം വരുവേ, കണ്ടോളെ. ഹലോ, നിനക്കെന്തിനാ നീ മിണ്ടാണ്ടിരിക്കവിടെ? ഇനി കൊണക്കല്ലേ നീ കേട്ടാ? അവരെവിടെ വന്ന് പീടി കയറുന്നു. ഞാൻ പീടിന്ന് മുഞ്ചണ എവിടെന്ന മുഞ്ചണ നീ ആലോചിക്ക. നീ പറയണ്ട, മനസ്സിലായടാ ഷൊട്ടെ? അവൻ എന്നോട് തൊലിക്കുന്നു. അവിടെ അത്രയും പേര് സംസാരിക്കുന്നതൊക്കെ ഇവരത് എങ്ങനെ കേട്ടത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. മെഡലിക്കൊരു കുത്ത്. ബ്രോ വാട്ട് ക്യാമറ ഈ ഫ്രെയിം ഒക്കെ കണ്ട ഒരിക്കലും ബ്ലെൻഡർ ആണെന്ന് നോക്ക്. ഈ ഫ്രെയിം കണ്ട ബ്ലെൻഡർ ആണെന്ന് ആരെങ്കിലും പറയോ? നോക്ക് എന്റെ പൊന്നോ. വിഷയം വിഷയം വിഷയം. പീക്ക് നൊസ്റ്റാൾജിയ. കല്യാണരാമൻ, പഞ്ചാബി ഹൗസ്, CID മൂസ, വെട്ടം, പറക്കന്തളിക, റൺവേ, കൊച്ചി രാജ, വിനോദയാത്ര, തിളക്കം, പാണ്ടിപ്പട. എന്റെ അമ്മോ, ഇതിലൊരു സിംഗിൾ പടം പറയടാ. എന്റർടൈൻമെന്റ് എല്ലാം ഉണ്ട് ഇതില്. ഇമോഷൻ, ചിരി, വിഷമം, സങ്കടം എല്ലാം ഉള്ള പാക്ഡ് ഫിലിം എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണിത്. എന്റെ അമ്മ, പ്രൈം ദിലീപ്, സത്യല്ലേ ഏതോ OG ദിലീപ്. അയ്യോ, അത് OG ഞാൻ. അയ്യോ, അപ്പൊ തന്നെ കളക്കടിച്ച്. അടിപൊളിയുടെ ഹരീഷ്ണ, കിടിലം കിടിലം.
ഡ്രോയിങ് വീഡിയോസ് ഞാൻ അണ്ണാ ഇത് ഞാൻ പാടിയതാ എങ്ങനെയുണ്ട് നോക്കട്ടെ. മേലെ മേഘപാളി താഴെ മഞ്ഞ തൊഴുകി നിന്നെ മൂടി നിൽക്കവേ നേരം നിന്ന് പോയി ഏതോ മായ പോലെ ഒന്നായി നാം നടക്കവേ നദിയോളങ്ങൾ കാണാത്ത കണ്ണാപ്പി ഇത് കണ്ട് കണ്ണാപ്പി അല്ലടാ ഇത് ഇവിടെ മോനെ പാടി പാടിയൊക്കെ സെറ്റായി വരും, അടിപൊളിയായിട്ട് വരും. പാടി പ്രാക്ടീസ് ചെയ്യുക. നിനക്ക് അത് ചെയ്യാനുള്ളൊരു ഇതുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് നീ എല്ലാരെയും പോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നില്ലല്ലോ, നീ ചെയ്തല്ലോ. അതിനൊരു അപ്രീസിയേഷൻ. ഓക്കെ, ഒരു സെക്കൻഡ്. അത് തന്നെ മതി, അത് തന്നെ മതി ബ്രോ. ലൈഫിൽ അത് തന്നെ വേണം. പോട്രാ, റിലേറ്റബിൾ അല്ലേ? ന്യൂ പേരൻസ് ഇൻ ടൗൺ. ഇതാണ് എന്റെ അവസ്ഥ, മനസ്സിലായ? ഉറക്കണമൊക്കെ അവളാണ്. എന്റെ അവസ്ഥ ഇതാണ്. ഒരു സാധനം എടുക്കാൻ റൂമിൽ പോകാൻ പറ്റൂല. നമ്മൾ ഈ ചാർജർ ഊരുന്നതും അല്ലെ സ്വിച്ച് ഇടുന്നതൊക്കെ കുഞ്ഞു റൂമിൽ കിടക്കുമ്പോഴേ സാധാരണ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ആ സൗണ്ട് ഒന്നും ഫീൽ ചെയ്തില്ല. കുഞ്ഞു റൂമിൽ കിടന്ന് ഉറങ്ങണ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആറ്റം ബോംബ് പൊട്ടിയതുപോലെയാണ് നമ്മുടെ ചെവിയിൽ സ്വിച്ചിന്റെ സൗണ്ട് ഒക്കെ കേൾക്കണേ. സീരിയസ് ആയിട്ട് തമാശയല്ല, അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അന്നേരം വരെ സ്വിച്ചിന് സൗണ്ട് ഉണ്ടാവില്ല. ഇത് സ്വിച്ച് എങ്ങാനും ഓഫ് ചെയ്ത വെടി പൊട്ടൂലേ, അതുപോലെയൊക്കെയാണ് സ്വിച്ച് ഓഫ് ആവണത്. ഇത് ഞാൻ തന്നെ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എണ്ണിക്കുന്നവർക്കാണ് റെസ്പോൺസിബിൾ, എണ്ണിപ്പിക്കുന്നവർക്കാണ് പിന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. The Pagani Hyura BC, perhaps the pinnacle of motorsports. There are rich men out there who have to decide when they finally make it, when they finally sell that stock. Do they buy a Pagani Hyura BC or a Koenigsegg Jesko or a Bugatti Chiron Pure Sport? But I'm the top G. I have all three. There are 30 coupes and 40 roadsters in the world. And of the 30 coupes in the world, I guarantee you 29 of them are sat in some museum. And this is the only one where you smoke cigars, hit the fucking speed bump. 6-liter V12. You got 812 comp. It has to have all that space at the front. Where Pagani managed to make it a mid-engine V12, which is quite rare. Every time it changes gear, it's quite rare. Every time it changes gear, it feels like it's changing fucking engine. It's really all about the sound of those turbos. It sounds so loud. Bugatti Chiron, Pagani Europe, Pagani Utopia, Chimera, 5s, 812 comps, 7. ഒന്ന് എടുക്കാൻ ആണോ എടാ, എന്റെ ഇരിക്കുന്ന വണ്ടി എല്ലാം കൂടെ പറക്കി വിറ്റാ പോലും ഇതിന്റെ 4 ടയർ മേടിക്കാനുള്ള കാശ് ഉണ്ടാവില്ല മൊത്തത്തില്, മനസ്സിലായ? ഇയാൾക്ക് എന്ത് പണി? ഇത് ആരും പറഞ്ഞൂടെ നിനക്ക്? ഞാൻ കണ്ടിട്ട് ട്രേഡിംഗ് അല്ലേ കണ്ടിട്ട് നിനക്ക്? പുള്ളിക്ക് ദുബായ് പപ്പട കച്ചവടമാണ്. ഓണ സീസൺ ആകുമ്പോഴാണ് പുള്ളിക്ക് സെയിൽസ് കൂടുതൽ. ഇപ്പൊ ഓണം കഴിഞ്ഞല്ലോ, അപ്പൊ പപ്പടം കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല ബൾക്കായിട്ട് വിറ്റുപോയി. അപ്പൊ പുതിയൊരു കാർ ഇറക്കി പുള്ളി. ഇറങ്ങണം പപ്പടത്തിന് വേണ്ടി. എഡിറ്റിംഗ് ഒക്കെ നിർത്താൻ പോകുന്നു, പപ്പടം വെക്കാൻ പോകും. ഇതാണ് നീ ഇവിടെ ഇരിക്കുന്നത്, പുള്ളി അവിടെ ഇരുന്ന് അത് ഓടിക്കണത്, മനസ്സിലായ? ഇതുകൊണ്ട് അതാണ് വ്യത്യാസം. ഇതെന്ത് BGMI VC നോക്കാനോ? BGMI VC എന്താ? വാസന ഒരു ഹായ് തരൂ ഡേ 1. ഒരു സെക്കൻഡ്. എടാ ഡേ 1 ഹായ് തന്നെ. ഹായ് 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 ഹായ്. താങ്ക് യു. ഓക്കെടാ, ഓക്കെ, ശരി ശരി ശരി.
ദേവണ്ണ അവന് ആയി കൊടുത്തു പിന്നെ അത്യാവശ്യമാണല്ലോ. ആയി കൊടുക്കാതെ എന്താ എളിയാ ദേവണ്ണ ആയി കൊടുക്കാൻ പോയതാ. നാളെ അവൻ ഡേറ്റ് വന്ന് ഇട്ട് വന്നു കഴിഞ്ഞാൽ നാളെയും പോണ്ടേ? നാളെ കൊണ്ടുവരും പിന്നെ. There are many great video games like The Last of Us, God of War, Ghost of Tsushima, and many more. But none of them compare to the best game of all time, Red Dead Redemption 2. ഇതൊരു വട്ടം തീർന്നു, ഇനി ഒന്നുകൂടെ തീർക്കണം. ഒരോടെ കളിക്കാം സീനില്ല അണ്ണാ. ഇവനെ ഓർമ്മയുണ്ടോ? Disappeared like never existed. എവിടെ പോയി പുള്ളി? ഇവന്റെ പണ്ടത്തെ ഇൻസ്റ്റഗ്രാം ലൈവൊക്കെ ഓർമ്മയുണ്ടോ? രാവിലെ ബീഡിയൊക്കെ വലിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഒക്കെ ഇടുവായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോ കഷ്ടത്തിലൊരു സ്പീക്കറൊക്കെ വെച്ച് ഒരു തെറുപ്പ് ബീഡിയൊക്കെ വലിച്ച് ഇങ്ങനെയൊക്കെ പോണത്. ആൾക്കാരൊക്കെ നോക്കി എന്റെ അമ്മോ അതൊക്കെ ഒരു കാലോടെ അതൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഓർമ്മിക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എല്ലാം വിട്ടോ. ഇവൻ മര്യാദക്കായിരുന്നെങ്കിൽ, അതായത് ഒരു ചാനൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കി പോകാനായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ട്രീമർ ആയിരുന്നേനെ ഇവൻ, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നേനെ ഇവൻ. അതിലൊരു സംശയവും ഇല്ല. കിടിലുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യൂടാ. പക്ഷെ വർത്താനം കുറച്ച് കൂടിപ്പോയി അവന്. മറ്റേ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നവരെല്ലാം പോയി ഊക്കുകയും താറ്റുകയും ചെയ്തിട്ട് അവരുടെ കയ്യിലിരിക്കണ മറ്റേ വായിലിരിക്കണ എല്ലാം കേട്ട് ആയിപ്പോയതാണ്. പിന്നല്ല ഇതെങ്ങനെ ഉണ്ടോ ഇത് ഞാൻ കണ്ടാ ഇത് കഴിച്ചത് ഇതിന്റെ ക്വാളിറ്റി കണ്ടു പ്രിന്റ് എടുക്കണം അവൻ. ആ മുടിയൊക്കെ എന്താ എന്റെ മോനെ ബ്രോ, താങ്ക് യു സോ മച്ച്. മീൻസിലാണ് ഞാൻ ഞാൻ എന്റെ ഈ കയ്യില് ദേവൂട്ടന്റെ ഫോട്ടോ ഇവിടെ ഫുള്ളായിട്ട് ടാറ്റു അടിക്കാൻ പോവാണ്. നമ്മളെ ഷാനിക്കയാണ് അടിക്കണം, ഷാനിക്ക ടാറ്റു. പുള്ളി അടുത്ത ദിവസം വരും. അപ്പൊ ദുബായി പോകുന്നതിന് മുമ്പ് പുള്ളി ദുബായി പോകുന്നതിന് മുമ്പ് വന്ന് അടിക്കും. എന്റെ കയ്യിൽ ഞാൻ അവന്റെ ഇത് ചെയ്യാൻ പോവാ. ഷാനിക്കയുടെ കൂടെ ഇരിക്കണം അടുത്ത ദിവസം. പുള്ളി 22 അൻവിൻ പോവും. അൻവിൻ പോയിട്ട് പുള്ളി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഉടനെ സെറ്റ് ചെയ്തിട്ട് ഇടാം. ഇവന്റെ പകുതിയിലൊന്നും കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ആരായാലോ നമ്മളൊക്കെ. ഇത് 2 വോട്ടൊക്കെ 2 പെക്കൊക്കെ അടിച്ച് ഭയം കയറി. എത്ര പേരെ നോക്കി നിക്കണേന്ന്. അയ്യോ സമ്മതിക്കണം കേട്ടാ, സമ്മതിക്കണോടാ. എന്താടാ പെണ്ണുമ്പളൊക്കെ ചോദിക്കണ പോലെ എന്താടാ ഇതേ പറ്റത്തുള്ള കണ്ടം കഴിവറ എനിക്ക് 30 പേര് മൂഞ്ചതല്ലേ, ഇതേ പറ്റത്തുള്ളു. തോക്കില്ലാതെ അടിക്കാൻ പറ്റത്തുള്ളൂ എനിക്കൊക്കെ. അവന്റെ പറി കിടക്കടാ നാളെ. ചത്ത് കഴിഞ്ഞ ആളെങ്ങനെ പൊങ്ങും. Lo vi con tu foto, no tapes todo a
കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കാം. ഫീൽ ഇറ്റ്. അണ്ണന് കിട്ടാറുണ്ടായിരുന്നു അണ്ണ കൊണ്ടത് കേട്ടോ കേറി പിടിക്കും കേട്ടോ. അത് ഊതിയല്ലേ പ്രശ്നം. ഊതാൻ പാടില്ലല്ലേ? അവൻ തന്നെ അടി വാങ്ങി തിരിച്ചും കഴിയണം പോലും. നിർത്തി അടിക്കാന്ന് പറയുന്ന ഇവന്മാര് ദേഹത്ത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് പറ്റണ ഇങ്ങനെ? ഇല്ല ഒന്നുമില്ല. ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിട്ട് നമ്മുടെ കയ്യിലൊക്കെ അടിക്കുമ്പോ ഉള്ള വേദന. അയ്യോ എന്റെ അമ്മോ. ഇത് ചെസ്റ്റില് ഇവിടെ നോക്കി ഊതി ഓ ഒരായിലിട്ട് പൊട്ടിയില്ല, ബലൂൺ പൊട്ടിയില്ല. എന്തോ നമുക്കിത് ഇത് ചെയ്താലോ IRL ഇത് കളിച്ചാലോ ഇത് കളിച്ചാലോ എല്ലാവർക്കും തന്നെ ഇത് വെച്ച് അടിക്കുന്ന പരിപാടി. Still couldn't figure out how Kattappa explained this stuff. അത് മനസ്സിലായില്ലടാ. അത് സ്റ്റോറി എക്സ്പ്ലനേഷൻ അല്ലേ നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കണേ. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞു കൊടുത്ത് കാണുമെന്ന്. നമ്മുടെ അടുത്ത് ഫോൺ വിളിച്ചു പറഞ്ഞ സിറ്റിന് ഒരു കൺസൈൻമെന്റ് അവർ നടത്തിക്കില്ലെന്നാണ് പറഞ്ഞത്. അവരാണല്ലോ സാറേ കോടതി. ഞാൻ വേറെ ഈ സിറ്റിയില് കൺസൈൻമെന്റ് പോയിട്ട് ഇനി അവന്മാര് നടക്കൂല. TV ഇടത്തോളം കാലം. നാളെ അവന്മാര് ഉടുപ്പിടാതെ വന്നാലും ഉടുപ്പിട്ട് വന്നാലും ഞങ്ങൾ അടിക്കും. അതായിരുന്നു എന്റെ അവസാനത്തെ കോള്. W അടിയടാന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടാങ്കർ പൊട്ടിത്തെറിച്ച് മരണം. എന്റെ ടാങ്കർ പൊട്ടിത്തെറിച്ച് ഞങ്ങളൊരു 7 പേര് മരണം അടിഞ്ഞ്. അതെന്റെ അവസാനത്തെ കോളായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് എന്റെ അവസാനത്തെ വാക്ക് അതായിരുന്നു. അടിയടാവുമാരെ എന്റെ ആത്മാവ് സന്തോഷത്തോടാണ് പോയത്. മനസ്സിലായ? അന്ന് ഡീമൻ കളിച്ചു കേട്ടോ ഇവന്മാരെ. ഡീമൻ കളിച്ച്. അയ്യോ അതുപോലെ ഡീമനും മാഡിയും സാവേജ് കൂടെ കഴിഞ്ഞ ദിവസം SRR അങ്ങ് കളിച്ചങ്ങ് റെഡിയാക്കി. SRR അങ്ങ് എടുത്തിട്ട് പണിത് കളഞ്ഞ്. പ്രീവാറില് ഇനിഷ്യൽ സിറ്റുവേഷനില് ഡീമനും സാവേജ് കിണ്ടി എല്ലാത്തിനും പ്രാന്തായി. എനിക്ക് കാണാറ് നിങ്ങൾ POV മനസ്സിലായി അമര മുമ്പിന്ന് എല്ലാ പലരും ഉണ്ട്. ഇതലക്സ് ഇരുന്ന് പാതച്ചവനാണ്. അടുത്തത് ഇവന്മാരെ എനിക്കൊരു വലിയ കടം കിടപ്പുണ്ടേ. ഈ പുണ്ടച്ചോ സിറ്റി കയറട്ടെ. ഇവന്മാര് സിറ്റി കയറുമ്പോ ബാക്കി അന്നേരം ഇവന്മാരിപ്പം മറ്റേ ഹെൽഫയറിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടാ. ഡയലോഗ് അടിക്കും സിറ്റി നിറയെ പോകും. മനസ്സിലായി? ഇതാണ് അമ്മാരുടെ സ്ഥിരം പരിപാടി. ഇതിപ്പോ HFന്റെ ഒരു വേറൊരു വെർഷൻ ആയിട്ട് വരുന്നുണ്ട് ഇവന്മാര്. ദ ജീനിയസ് ഓഫ് ഇത് ആക്ച്വലി ഇതുപോലെ ഇപ്പൊ ആ പഴയ ഫീൽ പുതിയ സൂപ്പർമാനിൽ എനിക്ക് കിട്ടാറില്ല, സത്യം പറയാലോ. OG Hellfire is back. അപ്പൊ ഇനിയിപ്പോ തന്തയിലായ്മ കാരണം സിറ്റി കയറാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലേ? OG Hellfire വന്നില്ലേ? ഇനിയിപ്പോ സിറ്റി കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ OG Hellfire തിരിച്ചു വന്നെങ്കിൽ. അപ്പൊ ഈ OG Hellfire എന്ന് പറയുമ്പോ എങ്ങനെയാണ് മറ്റേ
5 പേരുടെ 6 പേരുടെ ഹാക്ക് പിടിച്ച ആ ഒരു കാലമാണോ? അതാണ് നിങ്ങൾ OG കാലമായിട്ട് കണക്കാക്കുന്നത്? അങ്ങനെയാണോ? OG എന്റെ അറിവില് OG ഹെൽഫെയർ ആക്ച്വലി ഫുള്ള് ഫയലായിരുന്നു. അപ്പൊ ഒരു 10 പയ്യന്മാരെ ഫയലിട്ട് റിക്രൂട്ട് ചെയ്തല്ലേ? ഓക്കെ. അത് കൊള്ളാം. Don't chase butterflies. Instead, build a garden. പിച്ചി, അരളി, ജമന്തി, ശവന്നാറി, ചുമന്ന തെറ്റി, ശവന്നാറിയോ? അങ്ങനെ ഒരു പൂവുണ്ടോ? ജമന്തി. ഈ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടോ നേരത്തെ? പക്ഷെ ഇതല്ല, വേറെ സംസാരമായിരുന്നു. ആണോ? ശവന്നാറി, ചുമന്ന തെറ്റി, പിങ്ക് തെറ്റി, പേരറിഞ്ഞൂടാത്ത കുറെ പൂ, പോരാത്തതിന് തുളസി. അതാണ് നമ്മൾ കണ്ടത്. 10ന്റെ അന്ന് തിരുവോണം വരെ ഇടാനുള്ള പൂതായി പേരെടുത്ത് നിപ്പുണ്ട്. എന്നാ കൂടി ചിലതിനൊക്കെതാ ഇവിടെ ഒന്നൊരു 5 മിനിറ്റ് ഇരിക്കാൻ എന്തര കുറച്ചിൽ കണക്കാണ്. ഇത്തിരി പാടാന്ന് മോനെ ഞാൻ എന്നെ കൊല്ലും. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗാർഡൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനും കൂടെ തോന്നണം വന്നിരിക്കണമെന്ന്. സത്യല്ലേ? അതൊരു സത്യമാണ് കേട്ടാ. ഗണപതിയുടെ ലോഗോ ഉള്ള ഒരു കാർ കമ്പനി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാറിന്റെ പടം ഭയങ്കര ട്രെൻഡിങ്. ഗണപതിയുടെ ലോഗോ ഉള്ള ഒരു കാർ കമ്പനി കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാറിന്റെ പടം ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിന്റെ ലോഗോ ആണെങ്കിൽ സാക്ഷാൽ ഗണപതിയും. ഇംഗ്ലണ്ടിലെ കാർ കമ്പനിയായ ലാൻസാൻഡയുടെ ലോഗോ ആണിത്. പക്ഷെ ഇംഗ്ലണ്ടുകാർക്ക് എന്താ ഗണപതിയുമായിട്ട് ബന്ധം? പറഞ്ഞുതരാം. ഈ ലാൻസാൻഡെ കമ്പനി തുടങ്ങിയത് പോൾ ലാൻസാൻഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജോർജ് ഹാരിസൺ. ഈ ജോർജ് ഹാരിസൺ ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ലെജൻഡറി ലോക പ്രശസ്ത ബാൻഡ് ആയിട്ടുള്ള ബീറ്റിൽസിലെ ഒരു മെമ്പർ ആയിരുന്നു ഈ ജോർജ് ഹാരിസൺ. അപ്പൊ ഈ ജോർജ് ഭയങ്കര വലിയൊരു ഗണപതി ആരാധകനായിരുന്നു. ഗണപതി കടാക്ഷിച്ചാൽ നല്ല കാലം വരുമെന്നും മാത്രമല്ല വിഘ്നേശ്വരനായതുകൊണ്ട് തന്നെ വിഘ്നങ്ങളൊക്കെ അകറ്റുമെന്നും പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ ജോർജ് ഹാരിസൺ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പോൾ ലാൻസാൻഡയോട് പറയുകയാണ് പുള്ളിക്കാരന്റെ കമ്പനിക്ക് ലോഗോ ആയിട്ട് ഈ ഗണപതി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് ഈ ലോഗോ അവിടെ വരുന്നത്. പക്ഷെ ഇതൊരു കാർ കമ്പനി ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് കേൾക്കേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഇവർ കാറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയല്ല, എന്നാൽ ഇവർ ചെയ്യുന്നത് കാറുകൾ റീസ്റ്റോർ ചെയ്യുകയാണ്. അതായത് റേസ് ട്രാക്കിലൂടെ ഓടുന്ന അടിപൊളി കാറുകളെ എടുത്ത് റീസ്റ്റോർ ചെയ്ത് റോഡിലൂടെ ഓടിക്കാൻ പറ്റുന്ന ലീഗൽ പരുവത്തിലേക്ക് ഈ കമ്പനി മാറ്റിയെടുക്കും. ഇത്തരം കാറുകൾ വൻ വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി ഒരുപാട് കാർ കളക്ടേഴ്സ് ഈ എനിക്ക് പുതിയ അറിവാണ് കേട്ടാ, സത്യം പറയാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വിൽക്കുന്ന കാറുകൾക്കൊന്നും ഇവരുടെ കമ്പനിയുടെ പേര് വരില്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ കുറിച്ച് കേട്ടിട്ടുമില്ല. എന്നാൽ ഈ വർഷം അവർ അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഒരു കാർ ഇറക്കി. ആ കാറാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗണപതി കാർ. ലിമിറ്റഡ്. എന്താണ് പേരെന്താ? ലാസാൻഡെ ലിമിറ്റഡ്. ബ്രിട്ടീഷ് ഓട്ടോമാറ്റിക്. LANZANTE ലിമിറ്റഡ്. ബ്രിട്ടീഷ് ഓട്ടോമാറ്റീവ് കമ്പനി. ലാസാൻഡെ.com. കണ്ട ഇത്രയുള്ള അമ്മമാരുടെ വെബ്സൈറ്റ്. എന്റെ പൊന്നു, എന്റെ ആളിയാ. എന്താ? I asked Gemini to convert the image into. കൊള്ളാം. Nice. Thank you. ചത്തു പോയിട്ടുണ്ടോ? എന്റെ അമ്മ സൂപ്പർ. ഒന്നര അപ്പ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ റേസർ ഫേസ് കോർണർ ഏറ്റവും പുതിയതായിട്ടുള്ള റേസർ ഗെയിം ചെയ്യാം. അപ്പൊ ഇതിന് അൺബോക്സ് ലെറ്റ്സ് ഗോ.
എന്റെ ചെയർ ഇതല്ലേ ഈഗിൾ എടുത്തിരിക്കുന്നത്? എന്റെ ചെയർ ഇതാ. ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് 2 വർഷമായിട്ട് ഇതാ ഉപയോഗിക്കുന്നത്. ഇത് എത്ര ഇതിന്റെ ലംബർ സപ്പോർട്ട് എന്ന് പറയുന്നത് അടിപൊളി. ഇത് ഞാൻ അന്ന് എടുക്കുമ്പോ 30 രൂപയായിരുന്നടാ. ഇപ്പൊ ഇതിന് പൊളിയാണ്. നമുക്ക് അത്രയും കംഫർട്ടബിൾ ആണ് ഇരിക്കുമ്പോൾ. അതിന്റെ കൂടെ തന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ലംബർ കവ് നോബ്സ് ഇതിന്റെ കൂടെ തന്നെ വരും. പിന്നെ നമുക്ക് 152 ഡിഗ്രി വരെ നമുക്ക് സീറ്റ് ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഹൈ ഡെൻസിറ്റി ഫോം ക്യൂഷൻസ് വരുന്നുണ്ട്. ഇല്ലാത്തല്ലെന്ന് തോന്നട്ടാ. ഞാൻ ചെയർ ഞാൻ തന്നെ ഇത് അസംബിൾ ചെയ്ത ഈ ചെയർ അസംബിൾ ചെയ്തപ്പോ ഒരു 4-5 പാർട്സ് അധികം വന്നു. ഞാൻ പിന്നെ അതങ്ങ് കളഞ്ഞു, വെച്ചിരുന്നില്ല ഇവിടെ സ്ഥലം. ഒരു 5-6 നട്ടും കുറച്ച് ഉരുണ്ട പോലത്തെ അതെല്ലാം അധികം വന്നളി. അതെല്ലാം പിന്നെ കളഞ്ഞു. ഇവിടെ സ്ഥലമില്ല വെക്കാനും ബോക്സും എല്ലാം ആയിട്ട് പിന്നെ കളഞ്ഞു. പക്ഷെ അത് നമ്മളൊരു ആക്സറേറ്റ് നമ്മൾ എക്സ്ട്രാ വാങ്ങണ്ടാണ്, നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടില്ല. പിന്നെ എടുത്തു പറയുന്നത് EPU ഗ്രേഡ് സിന്തറ്റിക് ലെതറാണ് ഈ ഗെയിമിംഗ് ചെയർ വരുന്നത്. വിഷയം ക്വാളിറ്റി ആണ്. കൂടാതെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള 4D ആംബ്രസ്റ്റും ഇതിന്റെ കൂടെ തന്നെ വരുന്നത്. ഇത് പരസ്യം ഇത് പറഞ്ഞപ്പോഴാ ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് ഒരു കീബോർഡ് കണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാവേ. ആ കീബോർഡ് എന്റെ ആടാവളി അത് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയാറ് ഞാൻ കുറച്ച് കഴിയുമ്പോ ഇപ്പൊ എടുക്കൂല, കുറച്ച് കഴിയുമ്പോ മേടിക്കും. ഞാൻ കാണിച്ചു തരാം, കീബോർഡ് കാണിച്ചു തരാം. ഈ കീബോർഡ് നിങ്ങൾ കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ കീബോർഡ് നോക്ക്. ഈ കീബോർഡ് നോക്കിയോ, കീബോർഡ് നോക്കിയോ, ഇതിന്റെ സൈഡൊക്കെ നോക്കിയോ. ഇത് കണ്ടോ? എന്റെ പൊന്നു എന്തൊരു സാധനല്ലേ. $239 നോക്കട്ടെ. 21,379 രൂപ. 21,000 രൂപ എന്തോ ഇന്ത്യൻ റേറ്റ്. 8,000 പോളിംഗ് റേറ്റ് എല്ലാം ഉണ്ട്. എന്റെ അമ്മ ഇതിന്റെ മൗസ് ഉണ്ടെന്ന്. ആ മൗസ് ഞാൻ മൗസ് കണ്ടില്ല. മൗസ് നോക്കട്ടെ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആഡ് വന്നതാ എന്റെ ഏരിയയിലോട്ട്. മൗസ് കൊള്ളാം. ഇതെന്ന് തോന്നിയ ഇത് ക്യാമറയാ? ഇയർബഡ് ആണോ ഇത്? 8,000 റൈറ്റ് സൈഡിൽ ഒന്നിരുന്നല്ല, ബാക്ക് വരുമ്പോ റൈറ്റ് സൈഡിൽ ഇയർബഡ് ആണ് ഇതൊക്കെ. എന്റെ പൊന്നു, റൈറ്റ് സൈഡ് ഇതെന്ന് തോന്നുന്നു. ക്യാമറ, സ്പീക്കറാ? എന്റെ അളിയ $0 സോൾഡ് ഔട്ട്. ഞാൻ ഫ്രീ ആയിട്ട് ഇത് ഷോപ്പ് ചാർജർ. ഇതെന്ത് ചാർജറാ? ഈ കീബോർഡ് റിലീസ് ആയാ? റിലീസ് ഒക്കെ പിന്നെ ഇത് അവൈലബിൾ ആ, റെഡി ടു ബൈ ആ. കീബോർഡിന് മെർക്കുറി ഗ്രാവസ്റ്റാർ എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. എനിക്കത് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ മേടിക്കാനൊന്നും പറയത്തില്ല. ഇതിന്റെ റിവ്യൂ ഒന്നും എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇപ്പൊ ഇങ്ങനെ വെറുതെ ലുക്സ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് സിറ്റിയിലോട്ട് കയറിയാലോ. എന്നാ ആദ്യം സിറ്റി അങ്ങ് ലോഡാക്കാൻ പറ്റി.